ഹായ്, എല്ലാവർക്കും ഡിജിറ്റൽ നമ്പർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകളായിട്ട് നിങ്ങൾ ചോദിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു ടാറ്റയുടെ സ്ലീപ്പർ എന്താണ് റിവ്യൂ ചെയ്യാത്തതെന്ന്. അപ്പോൾ നമ്മളിന്നുള്ളത് ബാംഗ്ലൂരിലെ കെങ്കേരിയിലുള്ള VRL അല്ലെങ്കിൽ വിജയാനന്ദ് ട്രാവൽസിൻ്റെ ഗ്യാരേജിലാണുള്ളത്. അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ടാറ്റ 13.5 മീറ്ററിൽ മാർക്കോപോള ബിൽഡ് ചെയ്തിട്ടുള്ള 2 സ്ലീപ്പർ ബസ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 2 അല്ല, ഇവിടെ ഒരുപാട് മാർക്കോപോള ബസ്സുകൾ ഉണ്ട്. അതിൽ 2 വണ്ടികളാണ് നമ്മളെ പുറകെ കാണുന്നത്. ആ വണ്ടികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ ഗ്യാരേജിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ ഇവിടെ പുറകിലുണ്ട്. ഇവിടെ 2 മാർക്കോപോളയുടെ ബാക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റിവ്യൂലേക്ക് കിടക്കാം. വോൾവോ പോകുന്ന ആ റോഡാണ് മെയിൻ റോഡ്. അതിനടുത്ത് തന്നെയാണ് നമ്മുടെ VRLൻ്റെ ഗ്യാരേജ് വരുന്നത്. അവിടെ ആയിട്ട് ആണെങ്കിൽ വോൾവോ 9600 സ്ലീപ്പർ കുറേ എണ്ണം ഉണ്ട് അവിടെ, ആ ഭാഗത്ത് കിടപ്പുണ്ട്. അതുപോലെ ഇവിടെയാണ് ടാറ്റയുടെ സ്ലീപ്പർ കിടക്കുന്നത്. അവിടെയും ഒരു ടാറ്റയുടെ സ്ലീപ്പർ കാണാം. ഇത് നമ്മുടെ ദാമോദർ കോച്ച് ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടിയുണ്ട്, വീര ബിൽഡ് ചെയ്ത വണ്ടിയുണ്ട്. അങ്ങനെ ഒരുപാട് ബസ്സുകൾ ഇവിടെ ഉണ്ട്. നമ്മളിതിന് മുന്നേ VRLൻ്റെ ഒരു ബസ് സ്റ്റാൻഡ് പരിചയപ്പെടുത്തിയിരുന്നു. അവിടെ വരുന്ന വണ്ടികളിലൊക്കെ പാർക്ക് ചെയ്യണതും റിപ്പയർ ചെയ്യണതും അതിൻ്റെ ഗ്യാരേജാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഒരുപാട് വണ്ടികളിലൂടെ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് VRLൻ്റെ ടാറ്റ മാർക്കോപോള സ്ലീപ്പർ. ഇപ്പോൾ വണ്ടിയുടെ മോഡൽ വരുന്നത് ടാറ്റ മാഗ്ന LPO 1822 ആണ് ഇതിൻ്റെ മോഡൽ. 13.5 മീറ്റർ ആണ് ചേസിൻ്റെ ലെങ്ത്ത് വരുന്നത്. മുകളിലായിട്ട് വിജയാനന്ദിൻ്റെ എല്ലാ വണ്ടിക്കും കൊടുക്കുന്ന അതേപോലെ തന്നെയാണ് പേര് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് കൗൾ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാറ്റയുടെ ഒക്കെ മിനി ബസ് ചെയ്യാറുള്ള അതേ ലുക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് കൗൾ ലുക്ക് മാർക്കോപോളോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ MH12VT3524 എന്നുള്ളതാണ്. നമുക്ക് വണ്ടിയുടെ ചേസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആയി നോക്കാം. ക്യൂബിൻസ് B5.6 ലിറ്റർ എൻജിനാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. വണ്ടിയുടെ പവർ വരുന്നത് 220 HP അറ്റ് 2300 RPM ആണ്. ടോർക്കാണെങ്കിൽ 850 Nm അറ്റ് 1000 to 1600 RPM ആണ്. 5635 cc ആണ് വണ്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡ്രൈവർ പോർഷൻ ലുക്കിലേക്ക് നോക്കിയാൽ ഈ ഡ്രൈവർ ഡോറിന് ഇവിടെ നോക്കിയാൽ നമ്മൾ ഇങ്ങനൊരു സ്റ്റെപ്പ് ഇതിലെ ഒരു വണ്ടിയിൽ നമ്മൾ കാണിച്ചിട്ടില്ല. 3 സ്റ്റെപ്പും ഒരേ പാരലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വണ്ടി നോൺ AC സ്ലീപ്പറാണ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് സ്ലൈഡിങ് ഗ്ലാസ്സാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ബെസ്റ്റ് ഡീൽസ് ഒൺലി ഓൺ VRL bus.in. അത് ആ കോട്ട് പോലെ തന്നെയാണ് ഇവരുടെ എല്ലാ ബസ്സുകളും, ഇവരുടെ ഡീലും അങ്ങനെ തന്നെയാണ്. എക്സിക്യൂട്ടീവ് സ്ലീപ്പർ കോച്ചിന് ഇവിടെ ചരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മോഡലിൻ്റെ പേര് കണ്ടില്ല, മാഗ്ന, അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇവരുടെ ബസ്സിൻ്റെ എല്ലാ ബസ്സിനും കൊടുത്തിട്ടുള്ള പേര് സൂപ്പർ ബസ് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു പേര് ഫുള്ളായിട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബസ്സിലൊക്കെ നോക്കി കാണാം സൂപ്പർ ബസ് എക്സ്പീരിയൻസ് എന്ന് പുറകിലും സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിങ് വരുന്നുണ്ട്. ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി പറയുന്നത് 350 ലിറ്ററാണ്. ആഡ് ബ്ലൂ ആണെങ്കിൽ 60 ലിറ്ററാണ് വരുന്നത്. ഇവിടെ ലഗേജ് ഓപ്പണിങ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 295/80 22.5 സൈസിലുള്ള ടയേഴ്സാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അത് വെച്ചിരിക്കുന്നത് ബ്രിഡ്സ്റ്റോണിൻ്റെ ടയറാണ് വെച്ചിട്ടുള്ളത്. ഈ ബസ്സുകൾ ഇത്ര ക്ലോസ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ആ കിടക്കുന്ന ബസ്സിൻ്റെ ബാക്ക് വ്യൂ എടുക്കാം. അപ്പോൾ ടാറ്റ മാർക്കോപോളോ മാഗ്നയുടെ ബാക്ക് വൈസ് ലുക്ക് നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് VRL bus.in നിന്ന് വലിയ അക്ഷരത്തിലൂടെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാ ബസ്സിലും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ബസ്സിൻ്റെ ബാക്കിലായിട്ട് വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയൊരു എമർജൻസി എക്സിറ്റ് ഡോർ കൊടുത്തിട്ടുണ്ട്. അതിൽ QR സ്കാനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വിജയാനന്ദ് ട്രാവൽസിൻ്റെ പേര് കാര്യങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് പോർഷനിൽ 4 ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ബാക്ക് ലുക്ക്. ക്യാമറകളും സെൻസറും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡാണ്. ടാറ്റ മാർക്കോപോളോൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാം. ഇനി പാസഞ്ചർ സൈഡിലെ പോർഷനിലേക്ക് നോക്കിയാൽ
ഇവിടെ ഈ ഒരു ഓവർ ഹാങ്ങിൽ ഫ്രണ്ട് ഡോർ വരുന്നുണ്ട്. അതിന് അപ്പോൾ അതൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ഷേപ്പ് നോക്കി, ഉരുണ്ടിങ്ങനെ ഇറങ്ങുന്നൊരു രീതിയിലാണ് അതിൻ്റെ ഷേപ്പ്. ടാറ്റ മാർക്കോപോള ചെയ്തിട്ടുള്ളതുണ്ട്. ഇങ്ങനെ ഉരുണ്ടിറങ്ങുന്ന രീതിയിലാണ് എൻ്റെ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ബാറ്ററി ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയും 150 AH ആണ് ഇതിൻ്റെ ബാറ്ററി വച്ചിട്ടുള്ളത്. അതുപോലെ ആൾട്ടർനേറ്റീവായിട്ട് 120 AMPSൻ്റെ 2 ബാറ്ററിയും വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തും അതേ സംഭവങ്ങൾ തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലെ ചില വണ്ടികൾ AITB പെർമിറ്റുള്ള വണ്ടിയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാലിഡിറ്റി 18/7/2023 ടു 18/7/2024. അതിൽ QR സ്കാൻ ഇവിടെ കാണാം. സ്കാൻ ടു ഗെറ്റ് 15% ഓഫർ ഓൺ ഓൾ ബുക്കിങ്സ്. ഇതാണ് ഇതിൻ്റെ അടുത്തൊരു സൈഡിലെ ലുക്ക് എന്ന് പറയണത്. അത് നമുക്ക് ഡ്രൈവർ ക്യാബിൻ ലുക്കിലേക്ക് നോക്കാം. നമ്മുടെ ടാറ്റയുടെ ചെറിയ വണ്ടികളിലൊക്കെ സ്റ്റിയറിംഗ് വീൽ കണ്ടിട്ടുണ്ട്. അതേ ലുക്കുള്ള വലിയ സ്റ്റിയറിംഗ് വീലാണ് ടാറ്റയുടെ മാർക്കോപോളോ 13.5 മീറ്റർ സ്ലീപ്പറിന് കേട്ടോ. ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈറ്റിൻ്റെ സ്വിച്ചുകൾ, പവർ ഓഫ്, ABS, ലിഫ്റ്റ് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ സൈഡിലായിട്ട് സ്വിച്ച് ബോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഉണ്ട്. ബാക്കിയുള്ള ഇൻറ്റീരിയർ ലൈറ്റ് ഫാൻ്റെ ഒക്കെ സ്വിച്ച് ഇവിടെ കാണാം. അതുപോലെ CCTVയുടെ ഡിസ്പ്ലേ ഔട്ട്ഡോർ ഉണ്ട്. ഇവിടെ USB ചാർജിങ് പോർട്ട് 2 കൊടുത്തിട്ടുണ്ട്. ഗിയർ ലിവർ ഇവിടെ വരുന്നുണ്ട്. മുകളിലായിട്ട് ഡ്രൈവറിന് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാന്, സ്പീക്കർ കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ ബോണറ്റ് ഏരിയ വരുന്നത് ഇത്ര ചെറിയൊരു ബോണറ്റ് ഏരിയയാണ് അല്ലേ. ഇത്ര ഒരു ചെറിയ ഒരു ബോണറ്റ് ഏരിയയാണ്. സ്റ്റെപ്പിനോട് തൊട്ടടുത്തായിട്ട് വരുന്നുണ്ടല്ലേ. 3 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അത് ഡാഷ്ബോർഡിൽ മനോഹരമായിട്ട് മാറ്റ് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡ്. ഡ്രൈവർ സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടുള്ള സീറ്റാണ്. ബാക്കിലായിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷറും ഹാമർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇത് കോ ഡ്രൈവർക്കുള്ള ബെർത്ത് മുകളിൽ വരുന്നുണ്ട്. അവിടെ എയർ വെന്റിലേഷനും വരുന്നുണ്ട്. ഇവിടെ പിന്നെ അറ്റൻഡർക്കുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻറ്റീരിയർ ലുക്ക് നോക്കിയാൽ ഗ്യാങ് വേലും ടോപ്പിലും ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷൻ ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഓരോ ബെർത്ത് ലുക്കിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബെർത്തിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ ഇവിടെ ഒരു സേഫ്റ്റിക്കായിട്ടൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇരുന്നിട്ട് ഈ ഇരിപ്പിന് വേണ്ടിയിട്ട് ബാക്കിലായിട്ട് ബാക്ക് സപ്പോർട്ട് സീറ്റ് ഉണ്ട്. ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. നമ്മുടെ ലഗേജ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ USB ചാർജിങ് പോർട്ട് ഉണ്ട്. ഈ റീഡിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ഹോൾഡറും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കർട്ടൻസാണ് എല്ലാ വണ്ടികൾക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് ലാഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സീറ്റ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഇത്തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ. കാരണം ഇങ്ങനെയൊക്കെ വരലുണ്ട്. ഇവിടെ കൊടുക്കരുത്. ഇതൊരു വ്യത്യാസമായിട്ട് ഇങ്ങനൊരു ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ടാറ്റ സ്ലീപ്പറുകളൊന്നും ഇറക്കുന്നില്ല എന്ന് ചോദിച്ചവർക്ക് ഇപ്പം ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ടാറ്റയുടെ ഒരുപാട് ഓൺ ബിൽഡ് അല്ലാതെ പ്രകാശ് ബിൽഡ് ചെയ്ത് ഇറക്കുന്ന വണ്ടികളുമുണ്ട്. അല്ലാതെ വീര ബിൽറ്റ് ഉണ്ട്. അതുപോലെ പല ബിൽഡേഴ്സും ചെയ്തിറക്കുന്ന സ്ലീപ്പറുകൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ VRL വന്നപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ബസ് ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ VRLൻ്റെ ടാറ്റ മാർക്കോപോള നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് ഫോളോ ചെയ്യുക. ഇതുപോലെ പുതിയ വീഡിയോകൾ വേണ്ട നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.